ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊമ്പൻ ജെല്ലിയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ചെമ്പൻ ജെല്ലിയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം. ചെമ്പൻ ജെല്ലിയാണ് തെങ്ങിന്റെ ഏറ്റവും വലിയൊരു പെസ്റ്റ്. കൊമ്പൻ ജെല്ലിയേക്കാളും വലിയൊരു പെസ്റ്റാണ്. ഈ പടത്തിൽ നിങ്ങൾ കാണുന്ന ചെമ്പൻ ജെല്ലിയുടെ പടമാണ് ഈ കാണുന്നത്. അപ്പൊ ചെമ്പൻ ജെല്ലിയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെറമോൺ ട്രാപ്പാണ്. ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ലിങ്ക് ഞാൻ ഇതിന്റെ വീഡിയോയുടെ ചുവട്ടിൽ കൊടുത്തേക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ഈ ആമസോണിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫെറമോൺ ട്രാപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനൊരു 3 പാർട്സ് ആണുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിം ഉണ്ട്. ഇതിനകത്തേക്ക് ഫിറ്റ് ആകുന്ന തരത്തിലുള്ള ഒരു ചെറിയൊരു ബക്കറ്റ് പോലുള്ളൊരു പോർഷൻ ഉണ്ട്. അതുപോലെ ഇതിനൊരു ലിഡിന്റെ നടുക്ക് ഒരു ചെറിയൊരു യു ടൈപ്പ് ഒരു ഹുക്ക് കാണാം. ഇതിലാണ് നമ്മൾ ഫെറമോൺ ലൂർ നമ്മൾ ഘടിപ്പിക്കുന്നത് ഇതിനകത്താണ്. അപ്പൊ അതിലേക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്തുള്ള ഈ ബക്കറ്റ് പോലുള്ള പാത്രത്തിലേക്ക് ഇതിന്റെ ഏതാണ്ട് 1/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കുക. ഇത് ഈ കീടത്തിന്റെ ഫീമെയിൽ പെസ്റ്റിനെ നമ്മൾ അട്രാക്ട് ചെയ്തിട്ട് ഇതിനകത്ത് വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് കൊന്നുകളയുന്ന ഒരു പ്രോസസ്സാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കോക്കനട്ട് ഫ്രോൺസ്, മടലിന്റെ കുറച്ച് കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ലിഡിലേക്ക് നമ്മൾ ഈ ഫെറമോൺ ട്രാപ്പിന്റെ ഫെറി ലൂർ എന്ന് പറയുന്ന സംഭവം, അതിന്റെ ലൂർ ഘടിപ്പിക്കുന്നതാണ്. ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുക. ഇതാണ് അതിന്റെ ലൂർ. ഇതില് മെയിൽ റിംഗോഫോറസ് ഫെറൂജിനസ്, അതായത് ചെമ്പൻ ചെല്ലിയുടെ മെയിൽ പെസ്റ്റിന്റെ ഫെറമോൺസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ ഹുക്കിലേക്ക് നമ്മൾ കൊളുത്തിയിടുക. ഇതിപ്പോ ഞാൻ കൊളുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ലിഡ് ഇതിലേക്ക് അടച്ച് സെറ്റ് ചെയ്തിട്ട് ഈ തെങ്ങിന്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെ, അതായത് ഈ ഒരു ട്രാപ്പ് 50 സെന്റ് സ്ഥലത്തേക്ക് ഇത് പര്യാപ്തമാണ്. 1 ഏക്കറിൽ ഇതിന്റെ 2 ഫെറമോൺ ട്രാപ്പുകളാണ് 1 ഏക്കറിലേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 50 സെന്റ് സ്ഥലത്തേക്ക് വരെ നമ്മൾ ഈ ഒരൊറ്റ ട്രാപ്പ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ ട്രാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ച് റഫ് ആയിട്ടുള്ള സർഫസ് ആണ് ഇതിന്റെ സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സർഫസിൽ നമ്മൾ ഈ ചെമ്പൻ ജെല്ലിക്ക്, അഡൽട്ട് ചെമ്പൻ ജെല്ലി, ഇതിൽ അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന ചെമ്പൻ ജെല്ലിക്ക് ഇതിൽ ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് ഇതിനകത്തേക്ക് വെള്ളത്തിൽ വീണിട്ട് ചത്തുപോകും. അതാണ് ഇതിന്റെ പ്രോസസ്സ്. അപ്പൊ ഇതിങ്ങനെ ലോക്ക് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ ഇതിന് കുറച്ച് ദൂരത്തേക്കുള്ള ഒരു ചെടിയിലേക്ക് നമ്മളിത് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഇതിലെ ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതാണ്. ട്രാപ്പിലേക്ക് നമ്മൾ അതിന്റെ ഈ കോക്കനട്ട് ഫ്രോൺസ്, അതായത് മടലും കട്ട് ചെയ്തിട്ടു. അതുപോലെ ഫെറമോൺ ട്രാപ്പ് ഇതിന്റെ മുകളിലത്തെ ലിഡിനകത്തുള്ള ഹുക്കിനകത്ത് നമ്മൾ ഫിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തിലാണ് നമുക്കത് ട്രാപ്പായിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ട്രാപ്പിനെ ഇനി നമ്മൾ തെങ്ങിലല്ലാതെ അതിനടുത്ത് കുറച്ച് ദൂരത്ത് ഒരു 50-100 മീറ്റർ അകലത്തിലുള്ള വേറൊരു മരത്തിലേക്ക് കെട്ടുക. നമ്മുടെ തെങ്ങിലേക്ക് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം, അല്ലെങ്കിൽ 50 സെന്റ് സ്ഥലത്തുള്ള കീടങ്ങൾ മൊത്തം ഈ തെങ്ങിനടുത്തേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പൊ അത് നമുക്ക് തെങ്ങിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളിത് തെങ്ങിൽ നിന്ന് ദൂരത്തുള്ള മേ ബി ഒരു 50 മീറ്ററോ ഒരു 100 മീറ്ററോ അകലത്തിലുള്ള വേറൊരു മരത്തിൽ, ഇതിപ്പോ ഞാൻ ഈ ഒരു പപ്പായ മരത്തിലാണ് ഇത് കെട്ടി വെക്കുന്നത്. അപ്പോൾ തെങ്ങിലേക്ക് നമുക്ക് സ്ട്രൈറ്റ് അവേ കീടങ്ങൾ അട്രാക്ട് ചെയ്തിട്ട് ഡാമേജ് ഉണ്ടാക്കുന്നത് നമുക്ക് ആ ഒരു പോസിബിലിറ്റി നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണത് ചെയ്യുന്നത്. ഇത് കെട്ടിവെക്കുക. ഇത് ഒരു 6 മാസത്തേക്ക് നമുക്ക് ഈ ഒരു ട്രാപ്പ് മതി. ആഴ്ചയോടാഴ്ച ഓരോ ആഴ്ചയും നമ്മൾ ഇതിന്റെ ട്രാപ്പ് എടുത്ത് നോക്കുക. ചത്ത കീടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാറ്റുക. എന്നിട്ട് ഇതിന്റെ വർക്കിംഗ് എഫിഷ്യൻസി നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ സംഭവിക്കുന്നത് ഈ ചെമ്പൻ ജെല്ലിയുടെ അഡൽട്ട് കീടങ്ങൾ ഈ ലൂറിന്റെ ഒരു മണം അടിച്ചിട്ട് ഇതിലേക്ക് വരും. ഈ ബോക്സിലേക്ക് കയറിയിട്ട് ഇവിടെ ഒരു ഗ്രിപ്പ് ഉണ്ട്, ഇതിന്റെ പുറത്തെല്ലാം സർഫസിൽ ഗ്രിപ്പ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് പോയിട്ട് ഈ ഹോൾസിലൂടെ ചെമ്പൻ ജെല്ലി ഇതിനകത്തേക്ക് പോകും. അപ്പൊ അകത്ത് ഇട്ടിരിക്കുന്ന ഇതിൽ ലൂറിൽ വെള്ളം മാത്രമാണ് അവർ അഡ്വൈസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൽ ഞാൻ ഒരല്പം ഫെപ്രോണിൽ കലക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ജസ്റ്റ് ഇതിനകത്ത് വീണാൽ തന്നെ ആ കെമിക്കലിന്റെ ഇഫക്റ്റ് കൊണ്ട് കീടങ്ങൾ നശിച്ചു പോകും. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ ഏരിയയിലുള്ള കീടങ്ങൾ കംപ്ലീറ്റ് ഇതിനകത്തേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ റിസൾട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും. ഓക്കെ.